ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ജസ്റ്റ് ഫോർ എ 5 minutes നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് റിവ്യൂ ആണ്. അപ്പോൾ ഇന്ന് ആക്ച്വലി കുറേ കാര്യങ്ങൾ, ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു. നമ്മൾ കണ്ടൻറ്റിന് വേണ്ടി തപ്പേണ്ട ആവശ്യമൊന്നുമില്ല, ഫുൾ കണ്ടൻ്റ് ഉള്ള ഒരു എപ്പിസോഡായിരുന്നു. സോ ഷാനവാസ് രാവിലെ സോഫയിലിരുന്ന് കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അനീഷ് രാവിലെ ഒന്ന് വന്ന് കണി കൊടുത്തത് അടിപൊളിയായിപ്പോയി. അനീഷ് പറഞ്ഞു ഇങ്ങൊന്ന് വന്നേന്ന് പറഞ്ഞു. അപ്പം ഷാനവാസ് അയ്യോ എന്തോ സന്തോഷമാണെന്നോട് ഓടിച്ചെന്നു. ഇന്നലെ ഫുള്ള് ഞാൻ ആലോചിച്ചു. അപ്പോൾ അനീഷ് പറയുകയാണ് ഇന്നലെ ഫുള്ള് ഞാൻ ആലോചിച്ചു, പക്ഷേ എന്താണ് കുറേ നീ ഒരു ഗ്രൂപ്പിസം നടത്തുകയാണ്, നെവിനുമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്, ആൻഡ് അങ്ങനത്തെ കുറേ സത്യസന്ധതയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംഭവം പറഞ്ഞു. അപ്പോൾ അനീഷിനാണെങ്കിൽ മനസ്സിലായി ഈ 3 വോട്ടുകൾ കൊടുത്തതിൽ ഒന്ന് ആദില, ഒന്ന് അക്ബർ, ഒന്ന് അനീഷുമാണ്. അപ്പോൾ കൂടെ നിന്നവർ തന്നെ കുത്തിയല്ലോ എന്നുള്ളൊരു സാധനം പുള്ളിക്ക് വന്നു. ആൻഡ് കുറച്ച് കഴിഞ്ഞപ്പം ആക്ച്വലി അത് എനിക്ക് പുള്ളിക്ക് വലിയ സങ്കടം ഉണ്ടായെന്ന് തോന്നുന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ബി ഹൗസും അതുപോലെ ബിഗ് ബോസും ലാലേട്ടനും എല്ലാം കൂടെ ചേർന്നിട്ടാണ് പുള്ളീനെ കൊണ്ട് റിയാസ് ഐ ലവ് യു പറയിപ്പിക്കുക. അത് പറഞ്ഞ് പുള്ളിക്കും തോന്നി കാണും ചിലപ്പോൾ ഇത് ആ വെളിയിൽ നല്ലൊരു കോംബോ ആണെന്ന് വിചാരിച്ചിട്ടാണ് അത് ഇതായത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ പിരിഞ്ഞു. അതിനുശേഷം ദാണ്ട് 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വന്നിട്ട് പറഞ്ഞു ഇക്കായ്ക്ക് ഓക്കെ അല്ലെങ്കിൽ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പം പുള്ളിക്കാരൻ നല്ല രീതിക്ക് കരയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും അവിടെ പൊട്ടിപ്പറഞ്ഞു. പെങ്ങളൂട്ടി പാശം ഈസ് കംപ്ലീറ്റ്ലി പൊട്ടിത്തകർന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് കൺഫെഷൻ റൂമിലേക്ക് കഴിഞ്ഞ ദിവസം കൺഫെഷൻ റൂമിലേക്ക് നമ്മുടെ ഷാനവാസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ആ ഉമ്മയും മോനും വന്നില്ലായിരുന്നു കണ്ടൻറ്റ് പറയണേ. അപ്പോൾ അവർ എനിക്കൊരു ക്ലൂ തന്നു, ഇപ്പം പണ്ടത്തെ പോലെ കളിച്ചാൽ മതി, ഇപ്പം എൻ്റെ കളി കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു. അതെന്നെ മരിച്ചുപോയ അമ്മ വന്ന് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്നൊക്കെ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്. ആൻഡ് ദെൻ കിച്ചണിൽ ഷാനവാസ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഷാനവാസ് വിളിച്ച് പറയുന്നുണ്ട് അനീഷ് ഇനി ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫാമിലി റൗണ്ടിൽ അവർ വീട്ടിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് കളിക്കുന്നതെന്നല്ല. അപ്പോൾ എന്തോ ഒരു ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ചിലപ്പോൾ അനീഷ് പറഞ്ഞിട്ടുണ്ടാക്കി ഷാനവാസിന്. അതുകൊണ്ടാണ് ഷാനവാസ് അവിടെ വിളിച്ച് പറയുന്നത്. സോ അനീഷ് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് കളിക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ ഒരു വീക്ക്ലി ടാസ്ക്കാണ്. ആ ഒരു ടാസ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫിനാലയിലേക്കുള്ളൊരു ടിക്കറ്റ് കിട്ടും. അപ്പം അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബോളുകൾ പിടിക്കുക. മഞ്ഞ ബോളിന് 1 പോയിൻറ്റും റെഡ് ബോളിന് 3 പോയിൻറ്റുമാണ്. അങ്ങനെ ആദ്യം കുറേ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ആര്യനാണ് ഏറ്റവും നല്ലപോലെ കളിക്കുന്നത്. ആര്യന് 36 പോയിൻറ്റ്, അതുപോലെ തന്നെ അക്ബറിന് 32, അനീഷിന് 29, ആദിലയ്ക്ക് 3, അനുമോൾക്ക് 4. അനുമോൾ സാരി എടുത്തുകൊണ്ട് വന്നുകൊണ്ടാണ് കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് അതിനകത്തൊരു കറുത്ത ബോളും കൂടെ ആഡ് ചെയ്തു. ഈ കറുത്ത ബോൾ ഉള്ളവർക്ക് തീരുമാനിക്കാം ഈ ഒരു റൗണ്ട് ഫെയർ ആണോ അല്ലെങ്കിൽ എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം അക്ബറും ആര്യനും ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അക്ബറിന് ചിലപ്പോൾ കൂടുതലാണെങ്കിൽ ആര്യന് കൂടുതലും അക്ബറിന് കുറവാണെങ്കിൽ അക്ബർ ചിലപ്പോൾ ആ ഒരു എപ്പിസോഡ് വേണ്ടാന്ന് റദ്ദാക്കും. അതുപോലെ തന്നെ ആര്യന് കുറവും അക്ബറിന് കൂടുതലാണെങ്കിൽ അങ്ങനെ റദ്ദാക്കും. പിന്നെ ഷാനവാസും അനീഷും ആയിരുന്നു. അനീഷിന് ആദ്യമേ നല്ല കുറേ ബോൾ കിട്ടി, അപ്പോൾ ഷാനവാസിന് കുറവായിരുന്നു. അപ്പം അനീഷ് ആ കപ്പ് ഗെയിമിൽ ഷാനവാസിന് നല്ലപോലെ കളിക്കുക അങ്ങനെ പറഞ്ഞ് ഷാനവാസിനെ സോപ്പിടുന്നുണ്ടായിരുന്നു. പക്ഷേ ഫൈനലി ഷാനവാസിന് 17 പോയിൻ്റ് ഉള്ളായിരുന്നുകൊണ്ട് ഷാനവാസ് ആ ഒരു ഗെയിം അങ്ങ് റദ്ദാക്കി. അതിനുശേഷം എന്താ പറയുക, ആദില നൂറയ്ക്ക് ബോൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അനുമോൾ പറയുന്നുണ്ടായിരുന്നു അത് ഫെയർ അല്ല, ഇറ്റ്സ് നോട്ട് ഫെയർ എന്ന് പറയുന്നു. പക്ഷേ ആ ഗെയിമിൽ എവിടെയും അങ്ങനെ കൊടുക്കരുത്. അപ്പം ആക്ച്വലി 32 പോയിൻറ്റ്സാണ് ഹയസ്റ്റ് വന്നേക്കുന്നത്. പക്ഷേ ഇവർക്ക് എന്തോ 10-11 പോയിൻറ്റേ ഉള്ളൂ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കളിച്ചാൽ പോലും ഹയസ്റ്റിൻ്റെ അത്രയും വരത്തില്ല. അപ്പോൾ അനുമോൾ സാരി കൊടുത്ത് കളിക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞപ്പം 4 റൗണ്ട് വരെ ഇങ്ങനെ റദ്ദാക്കി പോയി. ആൻഡ് 5th റൗണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ആക്ച്വലി ഓരോന്ന് എടുത്ത് പറയാത്ത 5 minutes കൊണ്ട് ഒരു ഓവറോൾ റിവ്യൂ തരാനാണ് കേട്ടോ. അപ്പോൾ 5th റൗണ്ട് വന്നപ്പോഴത്തേക്കും ഈ ഒരു ബ്ലാക്ക് ബോൾ 2 പേരുടെ കയ്യിലായിരുന്നു. അതായത് നമ്മുടെ ഒന്നെങ്കിൽ ഈ 2 ബ്ലാക്ക് ബോൾ ഒരാളുടെ കയ്യിലിരിക്കണം, അല്ലെങ്കിൽ 2 പേരുടെ കയ്യിലാണെങ്കിൽ ആ 2 പേരും ഒരേ തീരുമാനം എടുക്കണം. സോ അങ്ങനെ ഷാനവാസിന് ഹയസ്റ്റ് പോയിന്റ് ഉണ്ടായിരുന്നു, ആദിലയ്ക്ക് പോയിന്റ് ഒക്കെ കുറവായിരുന്നു. അപ്പോൾ ഈ 2 ബോൾ വന്നേക്കുന്നത് ഷാനവാസും ആദിലയുടെയും കയ്യിലായിരുന്നു. അപ്പോൾ ആദില പറഞ്ഞു എനിക്ക് റദ്ദാക്കണമെന്നാണ്, പക്ഷെ പിന്നെ ഷാനവാസ് ഇക്ക തീരുമാനിക്കട്ടെ എന്ന്. എന്തോ ഒരു ചെറിയൊരു സ്നേഹം മനസ്സിലുള്ളതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഷാനവാസ് എന്ത് ചെയ്തു, ആ ഒരു ഗെയിം റദ്ദാക്കിയില്ല. സോ അങ്ങനെ ഷാനവാസ് ആ ഗെയിമിൽ വിന്നറായിട്ടുണ്ടായിരുന്നു. ഷാനവാസ് പിന്നെ അനുമോൾക്ക് നല്ല ഇതുണ്ടായിരുന്നു. അങ്ങനെ അവർക്കൊക്കെ അടിപൊളിയാണ്. അപ്പം അനുമോൾ പറയുന്നത് ഞാൻ സാരി ഉടുത്തപ്പോൾ ഇങ്ങനെ പിടിച്ചു, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ബോൾ കിട്ടിയെന്നൊക്കെ. ദെൻ ആണ് മെയിനായിട്ടുള്ള, അതായത് ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിനായിട്ടുള്ളൊരു സംഭവം, അതായത് അനുമോൾ നമ്മുടെ നെവിൻ്റെ അച്ഛന് വെല്ലുമ്മയ്ക്ക് വിളിക്കുന്നത്, ഓക്കെ അമ്മൂമ്മയ്ക്ക് വിളിക്കുന്ന ഒരു സംഭവം. അതായത് നമ്മുടെ
നെവിനും അക്ബറും കൂടെ അവിടെ കെട്ടിപ്പിടിച്ച് കിടന്ന് പറയാണ്. അപ്പം നെവിൻ പറഞ്ഞു, ഞാൻ എന്നാ അക്ബറിന് വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് വോട്ട് എനിക്ക് എന്നെ നോമിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു എതിരാളിയായിട്ട് അക്ബറും ആര്യനുമാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവരെ നോമിനേറ്റ് ചെയ്തത്. ഇപ്പോൾ ഷാനവാസ് പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോഴാണ് അനുമോളുടെ പേയ്മെൻറ്റിനെ കുറിച്ചുള്ള സംസാരം വന്നത്. അതായത് 65,000 രൂപ പേയ്മെൻ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും അവിടെ സംസാരിക്കുന്നുണ്ട്. നെവിൻ എന്ന് പറയുന്നത് ഒരു ഫെയിമിന് വേണ്ടിയിട്ട് വന്നതാണ്. ബിഗ് ബോസ് ഹൗസിൽ ഫെയിമിന് വന്നവരുണ്ട്, പണത്തിന് വന്നവരുണ്ട്. ആൻഡ് അനുമോളൊക്കെ 37 ലക്ഷം രൂപ കടമുണ്ട്. സോ അതുകൊണ്ടാണ് പുള്ളിക്കാരി വന്നത്. പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ ഫെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം പുള്ളിക്കാരിക്ക് എന്താണ് പണമാണ് പിന്നെ ആവശ്യം. സോ 65,000 രൂപ വെച്ച് ഒരു പെർ ഡേ കിട്ടുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് നല്ലൊരു എമൗണ്ട് ആയിരിക്കുമല്ലോ. 100 ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കിട്ടും, കടം തീർക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അനുമോള് പുതിയൊരു സാധനം ഇറക്കുമതി ചെയ്തിട്ടുണ്ട്, PR പകരം ORM എന്ന് പറഞ്ഞിട്ട്. അതെന്ത് റെപ്യൂട്ടഡ് മാനേജർ, അതായത് അനുമോളുടെ PR പുള്ളിക്കാരൻ പറയുന്നതാണ്. അപ്പം 16 ലക്ഷം രൂപ കൊടുത്തിട്ട് വന്നാലും പുള്ളിക്കാരിക്ക് വലിയ നഷ്ടമൊന്നുമില്ല. കാരണം നല്ല പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് അവിടെ നിൽക്കുന്നതെന്ന് പുള്ളിക്കാരിയും പറയുന്നുണ്ട്, എല്ലാവരും ഹൗസിലും പറയുന്നതാണ്. അപ്പം നെഗറ്റീവ് കൊടുത്താണെങ്കിലും അവിടെ ഒരു 100 ദിവസം പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് അനുമോളുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവർ തമ്മിലുള്ള അടിയും കാര്യങ്ങളും വന്നപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, അനുമോളെ നെവിൻ വിളിക്കുന്നുണ്ട്, നീ ഒരു ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറഞ്ഞ്, നിൻ്റെ ഇനി എന്നെ അങ്ങനെ വിളിച്ചാൽ നിൻ്റെ അമ്മൂമ്മയ്ക്ക് ഞാൻ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ലാലേട്ടൻ വന്ന് എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അനുമോളാണെങ്കിൽ അവിടെ സോഫയിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ആദില വന്നിട്ട് പറഞ്ഞു, നീ വിളിച്ചത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. അമ്മൂമ്മയ്ക്കാണ് വിളിച്ചത്, അച്ഛനും അമ്മയ്ക്കും ഒന്നും അല്ല ഞാൻ വിളിച്ചത്. അവൻ എന്നെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും അവനെ വിളിക്കില്ല, അത് മോശമാണ്, എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അമ്മൂമ്മയ്ക്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞൊരു 1 ഡയലോഗൊക്കെ അടിച്ചു. അപ്പം അനുമോളെ അമ്മൂമ്മയ്ക്ക് വിളിക്കുമായിരുന്നു. ഞാൻ പറയാം, ശരി അമ്മൂമ്മയോട് പോയി പറയാൻ പറഞ്ഞാൽ ശരി ഞാൻ അമ്മൂമ്മയോട് പോയി പറയാമെന്ന് പറയുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും അത് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പം നമ്മുടെ നെവിനാണെങ്കിൽ അടുത്ത് വന്ന് കിടക്കുന്നുണ്ട്, എന്തെങ്കിലും കുത്തിത്തിരിപ്പ്. അപ്പോൾ അവിടെ വന്ന് കിടക്കുമ്പോഴത്തേക്ക് ക്യാപ്റ്റനോട് പറഞ്ഞു, ക്യാപ്റ്റനെ ഇവിടെ നെവിൻ വന്ന് കിടക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ക്യാപ്റ്റൻ എന്തായാലും ചെറുതായിട്ട് തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്, നീ ഫിസിക്കൽ ടാസ്ക് വല്ലതും ആയിരുന്നു, നിന്നെ ഞാൻ ഇവിടെ ചോദിച്ചു വെളിയിൽ ഇറക്കിയാനെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ 2 വാക്കുകൾ സാബുമാൻ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും സാബുമാൻ ഇവിടെ വളർന്ന് പന്തലിച്ച് വരികയാണ് ഗൈസ്. സോ അതിനുശേഷം വേറൊരു ടാസ്ക്കാണ്, അതായത് ജ്യൂസ് ടാസ്ക്. കോൺഫറൻസ് റൂമിൽ വിളിച്ചിട്ട് ഒരു ജ്യൂസ് കൊടുക്കുക. ആ ജ്യൂസ് കൊടുക്കുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഒരു പവർ കിട്ടും. ആ പവർ എന്താണെന്ന് അവരോട് പറയില്ല, പക്ഷേ ഹൗസ്മേറ്റ്സിനോട് പറയും. ഹൗസ്മേറ്റ്സ് ആ പവർ വെച്ചിട്ട് ഇവരോട് ബിഹേവ് ചെയ്യുന്ന ആ ബിഹേവിയർ കണ്ടിട്ട് എന്തായിരുന്നു കിട്ടിയ പവർ എന്ന് പറയണം. സോ ഫസ്റ്റ് അനീഷാണ് വന്നത്, സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു പവറായിരുന്നു കിട്ടിയത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ബിഹേവ് ചെയ്തു. അനീഷ് അവിടെ നല്ല രീതിക്ക് പറയുകയും ചെയ്യുന്നു. ആൻഡ് അനുമോളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അനുമോൾ അപ്പോൾ ഇത് സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സാധനം ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അനുമോളുടെ മുഖത്ത് നോക്കാതെ സംസാരിക്കണം. അത് അനുമോൾ കുറേ പ്രാവശ്യം പറയുന്നുണ്ട്, എൻ്റെ മുഖത്ത് നോക്കാതെ ആരും സംസാരിക്കുന്നുണ്ടെന്ന്. പക്ഷേ സൂപ്പർ സ്റ്റാർ പോലത്തെ അങ്ങനത്തെ എന്തോ ആയതുകൊണ്ട് യക്ഷിയോ അങ്ങനെ എന്നാ വിചാരിച്ച് പുള്ളിക്കാരി യക്ഷി എങ്ങാണ്ടാന്ന് പറഞ്ഞു. അതിന് ശേഷം വന്നത് നമ്മുടെ നെവിനാണ് വന്നത്. അപ്പം നെവിൻ്റെ അടുത്ത് പറയുന്നത് ഒരു പണക്കാരൻ, ഈ ഒരു ബിഗ് ബോസ് ഹൗസ് വാങ്ങിക്കാൻ വന്നൊരു പണക്കാരനായിരിക്കണം, ആ പണക്കാരനെ ആർക്കും ഇഷ്ടമില്ലായിരിക്കണം എന്ന്. അപ്പോൾ അവർ ഇറങ്ങി ഓർഡറാന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗും കാര്യങ്ങളും കുറേ സംഭവങ്ങളൊക്കെ എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇങ്ങനെയായിരുന്നു. ഓവറോൾ എല്ലാ ഒരു കാര്യത്തിലും ടച്ച് ചെയ്ത് പോയി. കുറേ കണ്ടൻറ്റുകൾ ഉണ്ടായിരുന്നു. കണ്ടൻറ് ഉണ്ടാക്കേണ്ട ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും തന്നെ. ഗെയിം ആണെങ്കിലും അടിപൊളിയായിരുന്നു. സോ ഇന്നത്തെ ഒരു എപ്പിസോഡ് യൂഷ്വലി നോക്കുകയാണെങ്കിൽ നല്ലൊരു എപ്പിസോഡായിരുന്നു. സോ എന്തായാലും നമുക്ക് ലാലേട്ടന് സാറ്റർഡേ വന്ന് പറയാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എടി ബോഡിന്ന് വിളിക്കരുതെന്ന് പറഞ്ഞത് എല്ലാവരും തന്നെ തെറ്റിച്ചിട്ടുണ്ട്. ഷാനവാസ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ആൻഡ് ദെൻ ഇപ്പം നമ്മുടെ അനുമോള് വിളിച്ചിട്ടുണ്ടായിരുന്നു, അനീഷ് വിളിക്കുന്നത്. അങ്ങനെ എടി ബോഡി എന്നുള്ള ഞാൻ വിളിക്കും എടി ബോഡി എന്നുള്ള അവരുടെ നോർമൽ യൂഷ്വൽ ടോക്കാണ്. അത് എത്ര ജിസൈലിനോട് മേക്കപ്പ് ഇടലെന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. ഷാനവാസ് ആണെങ്കിലും ബാക്കി എല്ലാവരും എടി ബോഡി എന്നൊക്കെ. സോ എന്തായാലും ലാലേട്ടൻ അരുബോളെ അടുത്ത വീക്കിൽ നല്ല രീതിക്ക് പഞ്ഞിക്കിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ ഓടി വരാം. അതൊരിക്കും. ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.